ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്ന് ഗുഡല്ലൂർ വഴി നിലമ്പൂർ കാട്ടിലൂടെ ഒരു ബൈക്ക് യാത്രയാണ് ഈ വീഡിയോയിലുള്ളത്. തമിഴ്നാട്ടിൽ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റോഡ് സൈഡിലൊന്നും അത്ര നല്ല പച്ചപ്പൊന്നും ഇല്ലെങ്കിലും നേരെ പോകണം നമ്മുടെ കേരളത്തിലേക്കാണ്. അപ്പോൾ കാണാം നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യത്യാസം. ഈ ഫോറസ്റ്റിലൂടെ എപ്പോൾ പോയാലും ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. മിക്കവാറും എല്ലാ ട്രിപ്പിലും ആദ്യം നമുക്ക് ദർശനം തരുന്നത് സാധാരണ പോലെ മാൻ തന്നെയായിരിക്കും. ഇതൊരു ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ടൈഗറും കരടിയും അടക്കം പല മൃഗങ്ങളെയും കാണാൻ ഈ റൂട്ടിൽ വരുന്ന ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആനയൊക്കെ മിക്കവാറും റോഡ് സൈഡിൽ കാണാം. ഇതാ ഒരു ആന അവിടെ നിൽപ്പുണ്ട്. കാട്ടിൽ പ്രത്യേകിച്ച് ആനയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ വണ്ടി നിർത്തരുത് എന്ന് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാവരും കൊമ്പനെ കാണാനുള്ള ആവേശത്തിലാണ് അവിടെ. കാട്ടിൽ വണ്ടി നിർത്തി ഫോട്ടോ എടുത്താൽ 2000 രൂപയാണ് ഫൈൻ. ഫൈൻ മാത്രമല്ല, അത് നമ്മൾ മനഃപൂർവ്വം അപകടം ഉണ്ടാക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെ മിക്ക സഞ്ചാരികൾക്കും അറിയാത്തൊരു കാര്യമാണ് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നത്. ഇതൊരു വണ്ടിക്കാരൻ മ്ലാവിന് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അതിൻ്റെ ദോഷവശങ്ങൾ എനിക്കറിയാവുന്ന പോലെ എന്ന് പറഞ്ഞുതരാം. പ്രധാന കാര്യം, നമ്മൾ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ച സ്വയം ഭക്ഷണം കണ്ടെത്താനുള്ള അതിൻ്റെ കഴിവാണ് അവിടെ പോകുന്നത്. മൃഗങ്ങളെല്ലാം റോഡ് സൈഡിൽ വന്ന് നിൽക്കാൻ തുടങ്ങും ഭക്ഷണം കിട്ടാൻ. ഇപ്പോൾ കാട്ടിലെ കുരങ്ങന്മാർ തീരെ കുറവാണ്. എല്ലാവരും റോഡ് സൈഡിൽ ചെക്ക് പോസ്റ്റിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവും ഫുഡ് കിട്ടാൻ. ആരും കൊടുക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ തട്ടിപ്പറിക്കാനും ആക്രമിക്കാനും തുടങ്ങും. മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഭക്ഷണ രീതി മാറുന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. മൃഗങ്ങളുടെ ആയുസ്സിനെയും അതിൻ്റെ സ്വഭാവത്തെയും ആരോഗ്യത്തെയൊക്കെ സാരമായി ബാധിക്കുകയാണ് നമ്മൾ ഈ മനുഷ്യന്മാർ കൊടുക്കുന്ന ഭക്ഷണം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഇനി ഒരിക്കലും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്. അവർക്ക് സ്വയം ഭക്ഷണം കണ്ടെത്താനുള്ള കഴിവോടെയാണ് അവർ കാട്ടിൽ ജനിച്ച് വീണത്. ഇത് കണ്ടോ, ഈ ഭംഗിയാണ് എന്നെ പിന്നെ ഈ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത സൗന്ദര്യമല്ലേ ഈ ഭൂമിക്ക്. ഇതേ റൂട്ടിലൂടെ ഒരു 3 മാസം മുമ്പ് പോയപ്പോൾ എടുത്ത വീഡിയോ ഇപ്പോൾ കാണിക്കാം കേട്ടോ. നല്ല കത്തുന്ന വേനൽക്കാലത്ത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്. എങ്കിലും അതൊക്കെ കാണാൻ അതിനും ഒരു പ്രത്യേക ഭംഗിയല്ലേ. മരങ്ങളൊക്കെ ഉണങ്ങി പോവാറായി എന്നൊക്കെ തോന്നും. പുല്ലില്ല, വെള്ളമില്ല. ഉൾക്കാടുകളിലൊക്കെയുള്ള തടാകങ്ങളാണ് മൃഗങ്ങൾക്ക് ഈ സമയത്ത് ആശ്രയം. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടല്ലേ കാട് കിടക്കുന്നത്. മൃഗങ്ങൾ മനുഷ്യരെ പോലെ അല്ലാത്തതുകൊണ്ട് കാട് കാണാൻ എന്നും നല്ല ഭംഗിയുണ്ടാവും. ഈ ഫോറസ്റ്റിലുള്ള തെപ്പക്കാട് എന്നൊരു ചെറിയൊരു ജംഗ്ഷൻ കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ പുഴ കാണാം. മോയാർ പുഴയാണത്. ആ പുഴയുടെ അക്കരെ മിക്കവാറും ആന നിൽപ്പുണ്ടായിരിക്കും. കാട്ടാനെ കണ്ടു എന്നുള്ള സന്തോഷത്തിൽ നമ്മളും ഇരിക്കും. പക്ഷെ അത് കാട്ടാനല്ല, അവിടെ എലിഫൻറ്റ് സഫാരിക്ക് കൊണ്ടുവരുന്ന ആനകളാണ്. 4-5 എണ്ണം കാണാം. ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിൽ ചെന്നിട്ട് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് കാലിൽ ചങ്ങലയൊക്കെ കാണുക. കൂടെയുള്ളവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഈ ട്രിപ്പ് ഞാനും സലീമും ഷാഫിയായിരുന്നു പോയത്. ഈ എണീറ്റ് നിൽക്കണതാണ് സലീം. വലിയ ഓഫ് റോഡറാണെന്ന് വിചാരം. ചെക്കൻ മുത്താണ്. ഈ വെസ്പ ഓടിക്കുന്നത് ഷാഫി. അപ്പം ഞങ്ങൾ ഇതാ ഏകദേശം ഗൂഡല്ലൂർ ടൗൺ എത്തി.
ഗുഡല്ലൂർ ഞാൻ വരുമ്പോഴൊക്കെ ഒരു തണുത്ത കാലാവസ്ഥയാണ്. ഇതങ്ങനെ മഴ പെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു ആകാശം. ഈ യാത്രയിൽ എന്തായാലും മഴ കിട്ടാതെ വന്നാൽ ശരിയാവില്ലല്ലോ. പെരുമഴ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ചെറിയ മഴയാണ് കിട്ടിയത്. അതുകൊണ്ട് ഗുണമുണ്ടായി. നാടുകാണി ചുരത്തിലൂടെ നല്ല മഞ്ഞൊക്കെ കൊണ്ട് വരാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊന്ന് മാറിയിട്ടോ. സലിക്ക് അവൻ്റെ ഡോമിക്കുട്ടനെ തിരിച്ചു കൊടുത്ത് ഞാൻ ഹിമാലയനിലേക്ക് കയറി. നമ്മൾ നാടുകാണി ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നിലമ്പൂരിലേക്കുള്ള ചുരം. ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും. അവിടുന്ന് ഒരു കട്ടനും അടിച്ച് ബൈക്ക് ഓടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ എൻ്റെ സാറേ. കണ്ടോ, ചുരത്തിൽ മൂടൽമഞ്ഞ് നോക്ക്. താഴെ ഇറങ്ങുന്നത് വരെ ചുരത്തിൻ്റെ പകുതിയോളം ഇങ്ങനെയായിരുന്നു കാലാവസ്ഥ. അതും റോഡ് നന്നാക്കിയത് കാരണം ബൈക്ക് ഓടിക്കാനും നമുക്ക് സന്തോഷം കൂടും. കുറച്ചുകൂടി മഴ പെയ്ത് കഴിയുമ്പോൾ ചുരം മൊത്തം സൈഡിൽ കൂടെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടു തുടങ്ങും. ഈ റോഡ് പണിത് അത്യാവശ്യം വീതിയിലായതുകൊണ്ട് പല സ്ഥലങ്ങളിലും പാർക്കിങ്ങിന് സ്ഥലവും മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി നിർത്തി വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ നിലമ്പൂരെത്തി. ലോകപ്രശസ്തമായ ക്വാളിറ്റി തേക്കുകളുള്ള സ്ഥലം. നമ്മുടെ റോൾസ് റോയ്സ് കാറുകളുടെ ഇൻറ്റീരിയർ ചെയ്യാൻ വരെ നമ്മുടെ നിലമ്പൂർ തേക്കാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ തേക്ക് മ്യൂസിയം ഒന്നുകൂടി കയറി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രിപ്പ് ബൈക്കിന് വേണ്ടി മാത്രമാക്കി എന്തായാലും മാറ്റി വെച്ചു. സമയം കുറവായതുകൊണ്ട് വണ്ടിക്ക് കുറച്ച് സ്പീഡ് കൂടിയോ എന്നൊരു സംശയം. സ്പീഡ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഓപ്പോസിറ്റ് ബസ്സുകളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വീണ്ടും മഴ. അങ്ങനെ ഈ വന മഴയാത്ര ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.